ഹലോ ഗെയ്സ്, അങ്ങനെ ഇന്ന് നമ്മളുള്ളത് ഒരു പപ്പായ തോട്ടത്തിലാണ് കേട്ടോ. ഇതും കർണാടകത്തിൽ തന്നെയുള്ളൊരു പപ്പായ തോട്ടമാണ്. ഇത് നട്ടിട്ട് ഏതാണ്ട് 6 മാസമായിട്ടുള്ളൂ. വിളവെടുപ്പ് തുടങ്ങിയൊരു തോട്ടമാണ്. അപ്പോൾ ഏതാണ്ട് വിളവെടുക്കാനൊക്കെ എല്ലാം ആയിട്ടുണ്ട്. ഇത് 2-3 ഇനം മിക്സ്ഡ് ആയിട്ടുള്ളൊരു തോട്ടമാണ് കേട്ടോ. ഇത് ഒന്ന് റെഡ് ലേഡി എന്ന് പറയുന്ന ഒരു ഇനമാണ്. വേറെ ഒരെണ്ണം ഇത് റെഡ് ലേഡി എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടതാണ്. വേറെ ഇനം ഇതിലുണ്ട്, മിക്സഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഡ്രിപ്പ് ഇറിഗേഷനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല കായുണ്ട്, കായ് പറിച്ച് തുടങ്ങുന്ന ഒരു തോട്ടമാണ്. അപ്പോൾ നല്ല ലാഭകരമായൊരു കൃഷിയാണ്. പക്ഷേ ഇതിനിപ്പം ഒരു വൈറസ് രോഗമൊക്കെ വരുന്നുണ്ട്. അപ്പം അതും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഈ സൈഡിലൊക്കെ കുറേ വന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. കായ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ അതിലൊക്കെ. അപ്പോൾ നല്ലൊരു കൃഷിയായിരുന്നു, പക്ഷേ ഇതിനും കേട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ സൈഡിലെല്ലാം ഇത് വെട്ടി മാറ്റിയിട്ടുണ്ട് വന്നത് കണ്ടോ, നിറച്ചും കായുണ്ട്. ഇപ്പം ഇതിന് രോഗം വരുന്നത് കാരണം ഈ കൃഷിയിൽ ഇപ്പം കുറേ ഇത് റെഡ് ലേഡി എന്ന് പറയുന്ന ഇനമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, മധുരമുണ്ട്. ഇതിൻ്റെ ഇലയൊക്കെ ഒരു കണ്ടോ, കൂമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഒരു മഞ്ഞ നിറത്തിൽ വരുന്നുണ്ട് ഇലകൾക്ക്. അപ്പോൾ അത് അധികം നീണ്ട് കിട്ടത്തില്ല അങ്ങനെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പോൾ വിപുലമായിട്ടുള്ള കൃഷികൾ കുറച്ചിട്ടുണ്ട് ഇവിടെ കർണാടകത്തിൽ. ഇത്രയും പൈസ മുടക്കി കേട് വന്നു കഴിഞ്ഞാൽ വലിയ നഷ്ടമാവും. അപ്പോൾ അതുകൊണ്ട് കൃഷി വളരെയേറെ കുറഞ്ഞിട്ടുണ്ട്, പപ്പായ കൃഷി. ഇതിൻ്റെ ഒരു സൈഡിൽ കേട് ബാധിച്ചിട്ട് വെട്ടിക്കളഞ്ഞാണ്. ഇതും വേറൊരു ഇനത്തിൽപ്പെട്ടതാണ്. പക്ഷേ ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചപ്പോൾ എങ്ങനെ ചേഞ്ച് ആയതാണ്. നമ്മൾ റെഡ് ലേഡി തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇതല്ല, വേറൊരെണ്ണം ഇതിൽ മിക്സഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്കിവിടെ